എലിസബത്ത് കം ഹിയർ എന്നൊരു ഡയലോഗാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്ത്രീയെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിനുശേഷം അവരുടെ ജീവിതം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളറിയാം. ഇന്നിപ്പോൾ ഈ സ്ത്രീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവരുടെ അവസ്ഥ ഭയങ്കരം. ഒരു ഡോക്ടറാണ് അവർ, പക്ഷേ അവരെന്താണോ അത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനോട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഉണ്ടായ ഗുജറാത്തിൽ വെച്ചുള്ള ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ആ ആക്സിഡൻ്റ് ഉണ്ടായ എയർപോർട്ടിൻ്റെ അടുത്താണ് ഉള്ള ഹോസ്പിറ്റലാണ് ഈ ഇവരത് പഠിച്ചുകൊണ്ടിരുന്നത്. അവരതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. ആ ഒരു ബിൽഡിങ്ങിലോട്ട് വന്ന് ക്രാഷ് ചെയ്തില്ല. ഗുരുതരാരോപണമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ തനിക്കും കുടുംബത്തിനെതിരെ നടൻ ബാലയ്ക്കും കുടുംബത്തിനെതിരെ ഗുരുതരാരോപണമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ തനിക്കും കുടുംബത്തിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുകയാണ്. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച അവശ നിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നു. താൻ നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും എലിസബത്ത് പറയുകയാണ്. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിംഗ് ലീച്ചസ്, കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകളും, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാവരും ഇമാജിനേഷനാണ് പറഞ്ഞത്. പിന്നെ ആ കാര്യം വിചാരിച്ചിട്ട് വൈഫാണ് ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയത് എനിക്കറിയില്ല. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന്റെ കംപ്ലയിന്റ് കൊടുത്ത് പോലീസിന്റെ കംപ്ലയിന്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആരും ഇതിന്റെ കംപ്ലയിന്റ് മോളിന് താഴത്തേക്ക് നോളം ഡിവൈസ് ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിന്റെ റിസൾട്ട് അറിയില്ല. പത്രത്തിൽ പല രീതിയിൽ അപകീർത്തികരമായ പരാമർശം നടത്തുകയാണ്. മരിക്കുകയാണെങ്കിൽ ഉത്തരവാദി വില്ലേജ് ഗെറ്റ് ജസ്റ്റിസ് ബിഫോർ ഡൈ എന്നാണ് ബിഫോർ ഐ ഡൈ എന്ന ചോദ്യത്തോടെ നമുക്ക് ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ആശുപത്രി കിടക്കയിലാണ് എന്നാണ് തോന്നുന്നത്. സ്മിത ഹരിദാസ്, സ്മിത, ആ പ്രശ്നങ്ങൾക്കപ്പുറം എലിസബത്ത് യൂട്യൂബിലൊക്കെ ഹെൽത്ത് കെയർ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എലിസബത്തിന്റെ ആരോഗ്യ പ്രശ്നം എന്താണ്? ഹാഷ്മി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ അന്ന് വിമാന അപകടത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെ കണ്ടതാണ്. വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ ഇന്നിപ്പോൾ പുറത്ത് വന്നിട്ടുള്ള മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പുറത്തുള്ള ബോക്സിൽ കാണാം, മൂക്കിലൂടെ ഒരു ട്യൂബ് ഇട്ട നിലയിലാണ്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ആശുപത്രിയിലാണ്. മുൻ ഭർത്താവിന്റെ പേരെടുത്ത് പറയാതെയാണ് പറയുന്നത്. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ മുൻ ഭർത്താവാണ്. മുൻപ് ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ പരാതികൾ. പക്ഷേ ഈ പരാതികളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ആകുന്നില്ല. കേസ് മുന്നോട്ട് പോകുന്നില്ല. കേസിനെതിരെ കേസ് കൊടുക്കുന്നു, വീണ്ടും കേസ് കൊടുക്കുന്നു. ഈ രീതിയിൽ കൗണ്ടർ കേസുകളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഫംഗ്ഷൻ പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മുന്നിൽ എന്നെ ഓരോ പരിപാടികളിലും ആഘോഷങ്ങളിലും എല്ലായിടത്തും പോകുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഭാര്യ എന്ന് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. അതെന്തിനായിരുന്നു? ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ കൃത്യമായ തെളിവുകളോടെ കേസുകൾ കൊടുക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടി ഉണ്ടാകുന്നിട്ട് മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു. അവിടെ നിന്ന് ഒരു തവണ മാത്രമാണ് ഒരു കേസ് പരാതി എടുത്തു എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നു. ഇതിലൊന്നും ഒരു നടപടിയാകുന്നില്ല. ഇത്രയും ദിവസങ്ങളാകുന്നു. തനിക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു, പലവട്ടം ഭീഷണി, അപമാനിക്കൽ, ഈ രീതിയിലെല്ലാം വന്നിട്ടുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മുൻ ഭർത്താവും കുടുംബവുമാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് ഇതിൽ പറയുന്നത്. ഒരു 8-8.5 മിനിറ്റ് നീണ്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട്. ആ പറയുന്നതിലെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു സ്ത്രീ എന്ന നിലയിൽ പല തരത്തിലും കണ്ടിട്ടുള്ളതാണ്. സ്ത്രീകൾക്കാണ് നീതി ഉറപ്പാക്കുക എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? എനിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. എന്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലും നടക്കുന്നില്ല. ഞാൻ വീണ്ടും കോടതിയിൽ കയറേണ്ടി വരുന്നു. എന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം അതിനെക്കുറിച്ച് നേരത്തെ കൊടുത്ത കേസിൽ ഒരു അന്വേഷണം വന്നിരുന്നു. അതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ ആശുപത്രിയിൽ കിടക്കയിലാണ് ഇപ്പോൾ. അത് നിങ്ങൾക്ക് പരിശോധിക്കാം, ഇവിടുത്തെ റെക്കോർഡ്സ് പരിശോധിക്കാം. ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാനുള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി മുൻ ഭർത്താവാണ്, അവരുടെ കുടുംബമാണ് എന്ന് വീണ്ടും പറയുകയാണ്. എലിസബത്ത് ഉദയന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുറച്ച് അവശ നിലയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എന്നിപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോയിലൂടെ എലിസബത്ത് ഉദയൻ പല കാലങ്ങളിലായി പല രീതിയിൽ സ്വന്തം കാര്യങ്ങളാണെങ്കിലും ഈ ബാലയുമായി വിവാഹം കഴിച്ചിരുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് അതിന് വ്യവഹാര വഴിയൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ അതിൽ പൊതുവാർത്ത സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിലും ഒരു പൊതുവാർത്താ മണ്ഡലത്തിൽ കിടന്ന കാര്യമേ വന്നിട്ടില്ല. പക്ഷേ എലിസബത്ത് നേരത്തെയും പരാതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേസ്ബുക്ക് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അമൃത കരഞ്ഞുകൊണ്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോയും അവരുടെ മകൾക്കടക്കം നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നു. അപ്പൊ ഇതിലുള്ള പ്രശ്നങ്ങളുടെ ആഴം അവർ തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല, അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ട്. ഇതൊക്കെ കാണിച്ച് പരാതി കൊടുത്തിട്ടുള്ള നടപടി ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് അതൊരു കൺസേൺ ആണ്. അതെ, അത് മാത്രമല്ല പരസ്യമായി ഈ വീഡിയോകൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ബാല ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് ഇടുന്നത്. പക്ഷേ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലതരത്തിലായിട്ട് ഒരുപാട് അപമാനിക്കുന്ന രീതിയിലൊക്കെ തന്നെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പരാതി എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് അറിയേണ്ടതുണ്ട്. കാരണം ഒരു സ്ത്രീ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു പരാതി പരിഹരിക്കപ്പെടുന്നില്ല. പിന്നെ കോടീശ്വരനായ ഒരാൾക്ക് പൈസയില്ല, സാമ്പത്തികമായി യാതൊരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പരാതി എവിടെ എത്തി നിൽക്കുന്നു, അതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ട്? ഇതിലെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം എലിസബത്ത് ഉദയൻ എന്നുള്ള ഒരു വ്യക്തി
സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. PG വിദ്യാർത്ഥിനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴ്സ് കഴിഞ്ഞ് അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണോ അത് കൃത്യമായി അറിയില്ല. എന്ത് തന്നെ ആയാലും ഇത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ അന്വേഷണം നടക്കുന്നില്ല? നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ് എലിസബത്ത് ഉദയന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഓക്കെ, സ്മിത ഹരിദാസാണ് ന്യൂസ് ഡെസ്കിൽ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആശുപത്രി കിടക്കയിലാണ് മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട ഒരു ആരോഗ്യാവസ്ഥയാണ്. പക്ഷേ ആ ആരോഗ്യാവസ്ഥ കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല, എന്ത് രോഗാവസ്ഥയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ തന്റെ മരിച്ചു പോവുകയാണെങ്കിൽ മരണത്തിന് ഉത്തരവാദികൾ ബാലയും കുടുംബമാണ്. ആസ്മിത, എനിക്ക് എന്താകുമെന്ന് അറിയില്ല, ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. പറയാതെ മരിച്ചുപോയാൽ അതിൽ കാര്യമില്ലല്ലോ. എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു. ഇതെല്ലാം പറയണമെന്ന് തോന്നി. രണ്ടുപേർക്കും ഓർഡർ വന്നിട്ടുണ്ട്. ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പങ്കുവച്ച വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, എന്താണ് പ്രശ്നം എന്ന് പരിഗണിക്കപ്പെടേണ്ട ഫോറങ്ങൾ അന്വേഷിക്കേണ്ട ഫോറങ്ങളിൽ അന്വേഷണം ഉണ്ടാവട്ടെ. എലിസബത്ത് ഉദയന്റെ ആരോഗ്യ പ്രശ്നം എന്താണെങ്കിലും. അല്ല, ഈ ബാല കേരളത്തിൽ വന്നു വിവാഹ ജീവിതം തുടങ്ങിയ കാലഘട്ടം പോലും നമ്മൾ കേൾക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യയാണുള്ളത് ഇവർ. ബാലയായിട്ട് സംബന്ധമായി ഇവർ കംപ്ലയിൻറ്റ്സ് പറയുന്നതൊക്കെ ശരിയാണെന്ന് അന്വേഷിക്കേണ്ടതാണ്. നമുക്കറിയാൻ കാര്യമായതുകൊണ്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അവർക്ക് എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ ബാല പറയുന്നത് ബാല നീതിമാനാണെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബാലയുടെ ഭാഗത്തു നിന്ന്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കുമ്പം തള്ളിക്കളയാൻ എങ്ങനെ സാധിക്കുന്നു? ബാല ഒരു സെലിബ്രിറ്റിയാണ്, ഇവരൊരു ഡോക്ടറല്ലേ. ഒരു ഇഷ്യൂ ഉണ്ടായി ഒരാൾ അതിൽ സ്ട്രഗിൾ ചെയ്ത് പറയുമ്പം ആ കാര്യം ഗൗരവത്തോടെ എടുത്ത് അത് പരിഹരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സമാധാനവും സ്വസ്ഥതയാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെ ഒരു സ്ത്രീ കുറേ നാളായി ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ഇയാളുടെ പേരിൽ എപ്പോഴും ഇഷ്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. ഇരകളായെന്ന് പറയുന്ന ആൾക്കാർ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? വാർത്തകളിലൊക്കെ എപ്പോഴും കേൾക്കുന്നതും കാണാം, ബാല ഇങ്ങനെയാണ്, ബാല അതാണ് ഇതാണെന്നൊക്കെ. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അടഞ്ഞു പോകും. പിന്നീടും കുറച്ചാൾ കഴിയുമ്പം പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും കംപ്ലയിൻറ്റ്സ് വരുമ്പം ഒരു സാധാരണക്കാരനായ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാളെ പിടിച്ചകത്തിടുമായിരുന്നല്ലോ. സുഖം പ്രാപിക്കട്ടെ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറട്ടെ, അവർ ഒരു നല്ല ജീവിതത്തിലോട്ട് വരട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അവരെ അറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയ അവർ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ ഞാനും കേൾക്കുന്ന വാർത്തകളിൽ കാണുന്നുണ്ട്. എപ്പോഴും എലിസബത്ത് ഇങ്ങനെ പറഞ്ഞു, ബാലയെക്കുറിച്ച് എലിസബത്ത് അങ്ങനെ പറഞ്ഞു, എലിസബത്തിൻ്റെ തെളിവുകളുണ്ട്, അങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. പോലീസ് അധികാരികളൊക്കെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഇഷ്യൂ ഉണ്ടായി ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളിത് പരിഹരിക്കാമെന്നുകൊണ്ട് പോലീസും അധികാരികളും ചെന്നിട്ട് കാര്യമില്ല. പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കേണ്ട സമയത്ത് പരിഹരിക്കണം. ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ കിടന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ ഇപ്പോൾ ബാലയ്ക്ക് വേണ്ടി ഒരു സൈഡ് പിടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, ഈ ഡോക്ടറിന് വേണ്ടി സൈഡ് പിടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നിഷ്പക്ഷമായിട്ട് എന്താ നടക്കുന്നത് അത് പരിശോധിക്കേണ്ടത് ഇവിടുത്തെ അധികാരികളും പോലീസ് ആണല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.